ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ലൈവില് ഷാനവാസിന്റെ കഥ വളരെ ബ്രഹ്മാണ്ഡമായ ഒരു കഥയായിരുന്നു. 23 ഗോത്രക്കാരും പിന്നെ കുതിരയും ഒക്കെ ഉള്ള ഒരു എപ്പിക് ഹിസ്റ്റോറിക് കഥയാണ് ഷാനവാസ് പറഞ്ഞത്. യുദ്ധവും കിരീടവും ഗോത്രക്കാരുടെ ഉത്സവവും ഒക്കെ ആയിട്ട് ഷാനവാസ് ഈ ഒരു നരേഷൻ പൊളിച്ചു കേട്ടോ. അക്ബറിനെ കഴുകനായിട്ടൊക്കെ ഉപമിച്ച് കഴുകൻ ഇങ്ങനെ വന്നിരിക്കുന്ന ആ ഒരു ഷോർട്ട് ഡിവിഷനും കാര്യങ്ങളൊക്കെ വെച്ച് കലക്കനായിട്ടാണ്, അടിപൊളിയായിട്ടാണ് ഷാനവാസ് പറഞ്ഞത്. ഷാനവാസ് ഒരു ഫ്ലോയിൽ അങ്ങ് ബാഹുബലിയൊക്കെ നരേറ്റ് ചെയ്യുന്ന ലാഘവത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് സാബു ബെല്ല് അങ്ങോട്ട് അടിച്ചു. ബാക്കി രണ്ടാം ഭാഗമായിട്ട് ചെയ്യാം എന്ന് പറയുന്നു. അനുമോളുടെ കഥയെ പറ്റി പറഞ്ഞത് അതേ കാര്യങ്ങൾ ഇവിടെ പറയാനുള്ളൂ കേട്ടോ. കിടിലൻ കഥയാണ്. പക്ഷെ ഇതൊരു 2-3 ഭാഗങ്ങളൊക്കെ ഉള്ള ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് എടുക്കാനുള്ള കഥയുണ്ട്. ആദിലയുടെ കഥയെ പറ്റിയും ഇത് തന്നെ തോന്നി. ലക്ഷ്മിയുടെ കഥ കൊള്ളാമായിരുന്നു. അനീഷിന്റെയും നെവിന്റെയും കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് ലക്ഷ്മി പറഞ്ഞ കഥയാണ്. എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ടാസ്ക് ജയിച്ചവരുമായിട്ട് ഇതൊരു ബന്ധവുമില്ല. വലിയ മുതലാളീസ് കോളേജ് എന്നാലും ലക്ഷ്മിയുടെ കഥയുടെ പേര്. ഇത് കഴിഞ്ഞിട്ട് സാബുമാൻ വന്ന് എന്നിട്ട് ഒരു ഹൈ കോൺസെപ്റ്റ് സയൻസ് ഫിക്ഷൻ കഥ അങ്ങോട്ട് പറയാൻ തുടങ്ങി. എലീഷൻ എന്നാണ് പേര്. അത് ഒരു 13 അണ്ടർ 13 സിനിമയുടെ കഥയാണ് സാബു പറയുന്നുണ്ട്. റിസൾട്ട് പറഞ്ഞ സമയത്ത് അത് കോപ്പിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് ബെല്ലടിക്കുന്നുണ്ട്. അനീഷ് കഥയിലെ സയന്റിസ്റ്റ് ആണ്. എലിയെ കൊല്ലാൻ വേണ്ടി സാബുമാൻ ഇഞ്ചക്ട് ചെയ്തു അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അത് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പേ പ്രേക്ഷകരെ രക്ഷിക്കാനായിട്ട് സാബു ആ ഒരു ബെല്ല് അങ്ങോട്ട് അടിച്ചു. കുറെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെ ഊളത്തരമാണോ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് സാബുമാന് മാത്രം അറിയാം. ഹോളിവുഡ് പടത്തിന്റെ കോപ്പിയാണ്. അപ്പൊ നൂറ് മറ്റേ രോമാഞ്ചം സിനിമ ഉണ്ടല്ലോ, അത് എടുത്തു വെച്ച് അതേപടി പറയുന്നുണ്ട്. ആദില പറഞ്ഞ കഥ ഒട്ടും തന്നെ എനിക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ്. ആദിലയുടെ എന്താ ചെകുത്തു സർവൈവേഴ്സ് അങ്ങനെ എന്തോ ആണ്. ആദിലയുടെ നൂറയുടെ ടാസ്ക് അങ്ങനെയാണ് പോയത്. രണ്ടുപേരും ഉദ്ദേശിച്ച സംഭവങ്ങൾ ഇങ്ങോട്ട് കൺവേ ആവാനായിട്ട് പറ്റിയില്ല. പിന്നെ സാബുണ്ണനും ഇത് തന്നെ പറയുന്നുണ്ട്. ഇവിടുന്ന് അങ്ങ് പോവുകയും ചെയ്ത് അവിടെ അങ്ങ് എത്തിയതും ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് ആദിലയുടെ കഥയെ പറ്റി പറയുന്നത്. അതുകൊണ്ട് ത്രിശങ്കു സ്വർഗത്തിലാണ് സാബു ആ ഒരു കഥയെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ടാസ്കിൽ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടിയതായിട്ടും പിന്നെ ആ പറഞ്ഞു കൂട്ടിയതിലൊക്കെ എന്തൊക്കെയോ രസമുള്ളതായിട്ടും തോന്നിയത് അക്ബറിന്റെ ആ ഒരു കഥയാണ് കേട്ടോ. എനിക്ക് ഒരു ചെരുപ്പ് തർക്കം ഉണ്ടായല്ലോ അന്ന് ഗുജറാത്തിൽ നടന്ന ആ ഒരു കൂട്ടത്തല്ല. അപ്പൊ അതിന്റെ വെളിച്ചത്തിലാണ് അക്ബർ ഈ ഒരു സ്റ്റോറി നരേറ്റ് ചെയ്തത്. ഒരു ഗെയിം ഓഫ് ത്രോൺസ് പോലത്തെ ഒരു കഥയാണ്. ആരെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയാലും അവര് അങ്ങ് മരിച്ചു പോവും എന്നൊക്കെ അക്ബർ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് പൊട്ടണം, അത് തന്നെയാണ് എന്റെ ആവശ്യം എന്ന് പറഞ്ഞിട്ട് അങ്ങ് വെച്ചങ്ങ് കാച്ചുന്നുണ്ട്. മറ്റേ ആ ഒരു സീരിയലിലെ BGM ഇങ്ങനെ പാടുന്ന ആ ഒരു പരിപാടിയൊക്കെ വെച്ചിട്ട് അക്ബർ ഈ ഒരു ടാസ്ക് പൂർത്തീകരിക്കുന്നുണ്ട്. ബെല്ലടിക്കുന്നതിന് മുമ്പ് അക്ബർ കഥ പറഞ്ഞു കഴിഞ്ഞിരുന്നു. പക്ഷെ സാബു എന്ത് ചെയ്തു? അക്ബറിനോട് അവിടെ പോയി നിൽക്കാൻ പറഞ്ഞിട്ട് പോയി നിൽക്കടാന്ന് പറഞ്ഞിട്ട് ബെല്ല് വീണ്ടും അടിക്കുന്നുണ്ട്. ഇതായിരുന്നു ഈ ഒരു ടാസ്ക്. ഇങ്ങനെ ഈ ഒരു ടാസ്ക് അവസാനിച്ചു. അപ്പൊ ഈ ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് നെവിനും ആര്യനുമാണ്. ആര്യന്റെ ഇടുക്കി ലോഡ്ജ് എന്ന് പറയുന്ന കഥ സാബുണ്ണന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എനിക്കത് വലിയൊരു സംഭവമായിട്ടും തോന്നിയില്ല. അത് ഒരു എന്താ പറയാ അപരാധക്കഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെ കുത്സിതങ്ങളൊക്കെ നിറഞ്ഞൊരു കഥയായിട്ടാണ് തോന്നിയത്. അതെങ്ങനെ എപ്പിസോഡിൽ ടെലികാസ്റ്റ് ചെയ്യും എന്നറിയില്ല. ആ രീതിയിലുള്ള ഒരു കഥയാണ്. പിന്നെ നെവിന്റെ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. നെവിന്റെ കഥ അടിപൊളി കഥയാണ്. അത് ഇങ്ങനെ ഒരു മെന്റൽ ആശുപത്രിക്കകത്ത് നടക്കുന്ന ഒരു കഥ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. മൂക്കിലെ രാജ്യത്തൊക്കെ പോലത്തെ ഒരു കഥയാണ് നെവിൻ പറഞ്ഞത്. അങ്ങനെ ഇവർ രണ്ടുപേരെയും സാബുണ്ണൻ വിജയികളായിട്ട് പ്രഖ്യാപിച്ചു. ഇതാണ് ഈ ഒരു ടാസ്ക്. ആര്യന്റെ കഥ അത്രയങ്ങ് ഭയങ്കര സംഭവമായിട്ടും തോന്നിയില്ല. ഷാനവാസിനെ തെരഞ്ഞെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഷാനവാസിനെ തെരഞ്ഞെടുക്കാമായിരുന്നു. ഷാനവാസാണ് ഈ ഒരു കഥ പറയുന്ന ഈ ഒരു ടാസ്ക് അത്രയും മികച്ച രീതിയിൽ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത്. ഷാനവാസിനെയും നെവിനെയും തെരഞ്ഞെടുക്കാമായിരുന്നു. അല്ലെ പിന്നെ അനീഷിനെയും ഷാനവാസിനെയും സെലക്ട് ചെയ്യാമായിരുന്നു. അനീഷിനെയോ നെവിനെയോ സെലക്ട് ചെയ്യാമായിരുന്നു. ഇങ്ങനെ ഒരു ഇത് പറ്റുമായിരുന്നു. ആര്യന്റെ കഥ അത്ര അങ്ങ് ഭയങ്കര അതിഗംഭീരമായിട്ടുള്ള ഒരു കഥയായിട്ടും തോന്നിയില്ല. അത് ഒരു മേർഡർ മിസ്റ്ററി രീതിയിലുള്ള ഒരു സംഭവമാണ്. ആര്യൻ ജിസയിൽ ആ ഒരു ബന്ധം, അത് അവര് റൂമില് ജിസയിൽ മരിച്ചു കടന്ന സമയത്ത് ആര്യന്റെ കഥയാണ് പറയുന്നത്. ജിസയിൽ മരിച്ചു കടന്ന സമയത്ത് ആര്യൻ ഇങ്ങനെ ഡീപ് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് അനുമോള് പുറത്ത് നിന്നിട്ട് അത് വേറെ എന്തോ ആയിട്ട് സങ്കല്പിക്കുന്നു, വേറെ എന്തോ ആയിട്ട് പറഞ്ഞു വളർത്തുന്നു. എന്നിട്ട് അത് വേറെ എന്തോ ആയിട്ട് പറയുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ഹ്യൂമർ, പിന്നെ ജിസയിൽ മരിച്ചതാണെന്ന് പിന്നെ കണ്ടുപിടിക്കുമ്പോൾ ചമ്മുന്നത്, ഇതൊക്കെ ആയിരുന്നു ആര്യന്റെ കഥ. വലിയൊരു സംഭവമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തത്. അതിലും നല്ല രീതിയിൽ പൊളിറ്റിക്സ് കലർത്തി ലക്ഷ്മി ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ലൈവിനകത്ത് നടന്നത് ഇത്ര നേരം കൊണ്ട്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.